ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ ദിവസം പോത്ത് പോലെ കിടന്നുറങ്ങണം. ഇതൊക്കെ ചാടിക്കാൻ ഇതിനൊക്കെ തുടങ്ങി. റൂമെന്നുള്ള വ്യൂ ഇന്നലെ കിട്ടിയില്ല രാത്രി ഇത്തിരി ഹാർഡാ. നല്ല രസമുണ്ട്. ഇന്ന് സൺഡേ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഒരു റഷ് കുറവുണ്ട് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങാണ്ട് ഇങ്ങനെ നമ്മൾ ഈ മാർക്കറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇന്നലെ നമ്മൾ വിട്ട കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ റിവേഴ്സ് വാട്ടർഫാളൊക്കെ പോകും. റിവേഴ്സ് വാട്ടർഫാളിൻ്റെ വേറൊരു മൂഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയാൽ, അതായത് ഇന്നലെ ചെന്നപ്പോൾ നമുക്ക് ആ ഒരു പ്രതിഭാസം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ചെന്നാൽ അവരൊരു റീല് കണ്ടപ്പോൾ അതിലിങ്ങനെ കാണുന്നുണ്ടെന്ന് കണ്ടു. അപ്പോൾ അതിങ്ങനെ കാണാൻ വേണ്ടി പോകണം. പകൽ സമയത്ത് തന്നെ നല്ല കോട കിട്ടുന്നുണ്ട്. കുതിരകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നടക്കാണ്ട് അതെല്ലാം നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മീൻസ് ട്രെയിനിലോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ എം ട്രെയിനർ ആപ്പുണ്ട്. അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഇവിടുത്തെ ലോക്കൽ സർവീസുകളൊക്കെ, അതായത് നമുക്ക് A to Z പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ A to B അതിൽ നമ്മൾ എവിടുന്ന് എവിടേക്കാണ് പോകുന്നത് അടിച്ചെടുത്താൽ ആ ഒരു ഇതിലേക്കുള്ള പാസേജുള്ള ട്രെയിന് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിലും നമുക്ക് അവിടുന്ന് കിട്ടും. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പാണ്. മാതേരാൻ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുംബൈയിൽ അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു എം കണക്ട് എന്നാണ് ആപ്പ്. കിങ് ജോർജ് പോയിന്റിലേക്ക് 1 കിലോമീറ്റർ മാത്രം. കാറ്റ് പോലെ എങ്ങോട്ടാ, നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സ്പേസിലെത്തും. എക്കോ പോയിന്റ്, ചാർലോട്ട് പോയിന്റ്, മോനെ കളിക്കല്ലേ, യൂസർ പോയിന്റ്. അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള ഈ ഒരു റോഡാണ് നമ്മളെ കിങ് ജോർജ് പോയിന്റ്, അതായത് റിവേഴ്സ് വാട്ടർഫോളിലേക്കുള്ള വഴി. സാധനം ഇട്ടാലും തിരിച്ചു വരുന്ന പറയുന്നത് സൗണ്ട് വരെ അങ്ങനെ എക്കോ മോഡിലാണ് കയറുന്നത്. നമ്മളിപ്പോൾ റിവേഴ്സ് വാട്ടർഫോൾ ഉള്ളത് അതിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വെള്ളം വരുന്നത് കാണാൻ വേണ്ടി കഴിയും. നമ്മളിങ്ങനെ കാണുന്നത് റിവേഴ്സ് വാട്ടർഫോൾ കണ്ടില്ല. റിവേഴ്സ് ഇങ്ങനെ വരുന്നത് എന്ത് സാധനം ഇട്ടാലും അങ്ങോട്ടൊക്കെയോ കോട്ടത്തോട്ടത്തി കിട്ടില്ല. വ്യൂ കേട്ടോ, കുറച്ച് റിസ്കി ഏരിയയാണ്. നമ്മളെ കോട്ടെ എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ. ആട്ടോ ആയിട്ടില്ല, ആട്ടോ ഫോണ് തെക്കോട്ടെ അപ്പറ ആ ഫോണ് പോട്ടെ ഇടാ അപ്പറ ഇല്ല അയച്ചറിയില്ല. ഫോണ് തെക്കോട്ടെ നീ അതിനെന്ത് കളിച്ചല്ലേ. ഇത് കുറച്ച് എടുത്ത് നോക്കോ. It was one of the best experience. ആ ജീവിതത്തിൽ നല്ലൊരു മൊമെൻ്റ് ആണ് ഇപ്പോൾ ഈ കിങ് ജോർജ് പോയിന്റിലെ ഈ റിവേഴ്സ് വാട്ടർഫോൾ അനുഭവം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വീണ്ടും ട്രക്കിങ് തുടങ്ങി. നാട്ടത്തം തന്നെ നടത്താം. ആരോഗ്യത്തിന് നല്ലത്. ആരോഗ്യമുണ്ടായി നമുക്ക് പവറായി. ഇത് കിടക്കണ്ടല്ലോ കേട്ടോ. കിടപ്പ് ആരോഗ്യമുള്ള മനുഷ്യന്മാരുടെ ലക്ഷണം എന്നൊക്കെയാണ് പറഞ്ഞത്. ശാസ്ത്രം പറഞ്ഞില്ല അറിയില്ല, എന്നോട് സുഖം പറയണേ. ഇനി നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മളെ ഒരു പോയിന്റും കൂടി ഉണ്ട്. നമ്മളെ പോയിന്റിൻ്റെ പേര് കാണിച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ എല്ലാവരും തെറിയേക്കാരം. ഞാൻ വെറുതെ നമ്മൾ ഇല്ല, ഞാനത് പറയില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിയർ ഫോർട്ട് പോകാനുണ്ട്. ഓക്കെ, നമ്മൾ റൂമിൽ പോയി ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും കേട്ടോ. പെപ്പ് ഫോർട്ട് ടോയ് ട്രെയിനിൻ്റെ ആ റെയിൽപാത്ത് കൂടെ നമ്മളിങ്ങനെ നടക്കുന്നത്. ഇതാദ്യം ഇവിടെ നമ്മളെ നീരാളി വരെ ഇതുണ്ടായിരുന്നേ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ എന്തൊക്കെയാണ് മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ ആയിക്കാണ് ഇപ്പോൾ ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു റൂട്ടില്ല. നമ്മൾ ഏകദേശം കുറേ അധികം കിലോമീറ്റർ നമ്മളിപ്പോൾ അതാ ഈ ഒരു ഏരിയക്ക് വേണ്ടിയിട്ട് കൂടെ ഇങ്ങനെ പോയി ഇതിങ്ങനെ കയറി അങ്ങനെ ഇവിടെ എത്തണം. പെപ്പ് ഫോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്.
ആ ഫുള്ള് റിവേഴ്സാണ്. ആണ് അത്രയും കോടിയും കാറ്റുണ്ട് നമ്മളെ പയത്തുരി. ഓ വേറെ വീഡിയോ സുബേർ ബൈക്കാണ് കയറി എടുത്തു തുറന്നേ. അതായത് ഇവിടെ ഉള്ള കുരങ്ങന്മാര് കാര്യങ്ങൾ അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ പയത്തുരി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓ ഇവിടെ നല്ല കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇവിടെ മാതേരാന്ന് ഇങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട്. അതായത് വീടുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങി ഇറക്കുന്നുണ്ട്. മറ്റോടത്തെ ഓടിയും വെള്ളച്ചാട്ടം ഇതേപോലുള്ള പച്ചപ്പ് കാര്യങ്ങൾ മാത്രമാണ്. ആ മോനിതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരണം നമ്മള്. അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള വടാപാവ് കഴിക്കാൻ വേണ്ടി ഒന്നാണ്. വേറെ കാട്ടിൽ കയറി പോകുന്നു. നിങ്ങൾ ഇങ്ങോട്ട് പോരിയാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കിട്ടാവുന്നതിൽ കുറച്ച് വൃത്തിയായിട്ട് നല്ല എന്താ പറയുക, ഈ ഒരു പൈസക്കുള്ള മുതലുള്ളൊരു സാധനമാണ് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചു. ഈ കയറ്റം കയറിക്കാണ്ട് ഈ സാധനം കിട്ടുമ്പോൾ തന്നെ നല്ല എന്താ പറയാത്ത. കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ്, പക്ഷെ സുബേറൊക്കെ നിസ്സാരമായിരിക്കും. ഇവിടെ ഇതാ പിടിച്ചാൽ കയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ സീനാണോ വെച്ചാൽ സീനാണ്. കാരണം എന്തൊക്കെയുണ്ട്, എന്തുണ്ട്. ഓക്കെ ബോസ് ഫൗണ്ട് ചീരൻ്റെ ഇല ഡ്യൂ ടു ദ ട്രാവൽ. ഓക്കെ ഓക്കെ हाय भाई भाई कितना दूर? आधा घंटा रोड बहुत मुश्किल है. ओके वो ഇതല്ല ഇതിനപ്പുറവും കണ്ടവനാണീ. അതാണ് നമ്മൾ കയറാൻ നിൽക്കണ്ടേ. നോക്കാം.
അത് കണ്ടില്ലേ ഇവിടെ കൺജസ്റ്റഡ് ആക്കി വെച്ചിരിക്കണം. അവരോട് പറഞ്ഞു 5 ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങുക, 5 ആൾക്കാർ കയറാനുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ മലയാളികളെ പോലെ ഇവരൊന്നും ഒരു സഹായ മനസ്കരല്ല. അത് 90% കഴിഞ്ഞല്ലോ. പഠിച്ചോ ആക്കട്ടെ. ഓക്കെ ഗൈസ്. അയ്യോ ഇവിടെ നമുക്ക് അങ്ങനെ പിടിച്ചു കാണില്ല കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല, കവറൊന്നുമില്ല. ഓക്കെ ബൈ, താങ്ക് യു. ഓക്കെ താങ്ക്സ്. താങ്ക്സ് ബ്രോ. लास्ट टाइम यूज ही नहीं किया, एक ही वीडियो लिया ब्रो, मेरे को बैटरी देना पड़ेगा। ഭയങ്കര നോയ്സാണ്. ഈ മേലെ വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു മാതിരാൻ്റെ മൊത്തമായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും. മാതിരാൻ്റെ ഒരു സൈഡ് നമ്മൾ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ താഴെയുള്ള ഒരു ഭൂമിയിൽ പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മൾ അവിടുന്ന് മാതിരാന്ന് കണ്ട കാഴ്ചകളാണ്. പക്ഷേ ഈ ഒരു സൈഡ് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. വീടുകൾ, പാർപ്പിടങ്ങൾ, കാരണങ്ങൾ, അങ്ങനെ ജനനിബിഡമായൊരു മാതിരാൻ ഇവിടെയാണ്. ഇതൊക്കെ പിന്നെ നമ്മൾ ഏകദേശം കണ്ടതാണ്. ഇവിടെ ഒരു സൈഡിക്ക് ആ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ഇപ്പോൾ എഫോർട്ട് ഉള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ കയറിക്കാണ്ട് ഏകദേശം ഇവിടെ ഉള്ളത്. ഇതൊരു സയന്റിഫിക് ആശ്രമമാണ്. അപ്പോൾ കുറേ ആളുകൾ ഇവിടെ ഇതാക്കുന്നുണ്ട്. ചെരുപ്പ് നമ്മൾ താഴത്ത് അയച്ചു വെച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. എക്സ്പീരിയൻസ് रोज झाला हा आला 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 त्याला एकाला मिळालं. एक ग्रुप फोटो काढायचे. ഇതാ ഇപ്പോൾ നമ്മൾ സൂം ചെയ്ത് പോകുന്ന ഈ ഒരു വഴി ഉണ്ടല്ലോ, ഇതിൽ കൂടെയൊക്കെയാണ് ആൾക്കാർ ഇങ്ങനെ നടന്ന് കയറിക്കാണ്ട് ഇപ്പോൾ കാണുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു ചെറിയ ഷെഡ് പോലെ. ആ ഷെഡിലാണ് നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതാ ഇത്രയും ഡിസ്റ്റൻസിൽ, ഇത്രയും ടോപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ അത്യാവശ്യം ഇറങ്ങിയിട്ടാണ് പിന്നെ ഈ ഒരു വ്യൂ ഉള്ളത് കേട്ടോ.
പെപ്പ് ഫോർട്ടും കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത അരിയർ ഫോർട്ട് കാണാം. പക്ഷെ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞു നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങണം. അവിടെ നമ്മൾ വടാപ്പാവ് കഴിച്ചതിൻ്റെ ആ സ്ഥലത്താണ് നമ്മൾ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ബാഗായിട്ട് ഇങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞാലേ സംതിങ് എന്താ പറയുക, മണ്ടത്തരം അല്ല ഒന്നും പറയാല്ല. നമ്മളൊരു മൊയന്താളെ കയറും അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്താ ബാഗിന് കൊടുത്ത് അരിയർ ഫോർട്ടും പെപ്പ് ഫോർട്ടൊക്കെ കാട്ടി കൊടുത്തിട്ടുണ്ട്. ആ കാനായിട്ട് കണ്ട് നടക്കാനല്ലേ ചില്ലറ ഇറങ്ങാറൊന്നുമല്ല. കേട്ടോ പേടിയാണ് മനസ്സിനെ മൂന്നാ പോയി. റോഡൊക്കെ അത്യാവശ്യം നിരപ്പുള്ളതൊക്കെ നോക്കി, ഗ്രിപ്പ് നോക്കി, അങ്ങനെ നമ്മളപ്പോൾ ഉള്ളതൊക്കെ താഴത്തെത്തി കണ്ട് വീഡിയോ ആക്കാം. ഒറ്റുമ്പോൾ ഒരു ഇതായി നിൽക്കുമ്പോൾ കയറലുണ്ട്. അല്ല ഇതാണ് എക്സൈറ്റ്മെന്റും വേണം. ഞാൻ പിടിച്ചു നടക്കുന്നത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. അവിടുന്ന് തിരിഞ്ഞിറങ്ങിയോ തിരിഞ്ഞ് പിടിച്ചിറങ്ങിക്കോ. മറ്റേ സ്നീലസാറ് കെട്ടിയ നടക്കണ്ടേ. ഒന്ന് ചവിട്ടി ചവിട്ടി നോക്കിയിട്ട് ഇറങ്ങില്ല സായ ചവിട്ടി നോക്കിയിട്ട് ഇറങ്ങി. അതല്ല ഇതവിടെ ഈ കയറ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് മാതേരാൻ പെപ്പ് ഫോർട്ട് കിട്ടില്ലാട്ടോ. മാതരാനിൽ ഇത്ര വലിയ അഡ്വഞ്ചർ ഉണ്ട്, പക്ഷേ പെപ്പ് ഫോർട്ടിലുണ്ട്. ഇനി ഫോട്ടോ എടുക്കണം, അല്ലാണ്ട് പണിയാവും. അങ്ങനെ പെപ്പ് ഫോർട്ട് കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് എടുത്ത് നേരെ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് മാതേരാനിലെത്തി. ഇനി ഇവിടെ നമ്മൾ ടാക്സി പിടിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ടാക്സി പിടിച്ചിട്ട് നമ്മൾ അവിടെ പോകണം. എന്നിട്ട് ട്രെയിൻ കയറി നമ്മൾ അടുത്ത സ്റ്റേഷൻ അതിൻ്റെ അടി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മുടെ ഡേ 2 മെയിൻ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. സോറി ഡേ 3. അപ്പോൾ നമ്മൾ വിലപേശി കാണാൻ തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ക്യൂലൊന്നും നിൽക്കാതെ തന്നെ കുറച്ചുകൂടെ മുമ്പ് ബൈക്കാണ്ട് ഒരാളെ നൈസാക്കിയിട്ട് മൂപ്പര വണ്ടിയിൽ കയറി നമ്മൾ പോരുകയാണ്. 6 ഉള്ളൂ 8 ആളെ പൈസ ഇടണം തന്നെ ഒന്നും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കഴിച്ചിലായാൽ മതി. നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരേപോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ സൈഡിലെ വ്യൂ പോയിൻ്റൊക്കെ നമ്മുടെ കുറേ ആൾക്കാർ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡേ 3 എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഡേ 4 നമ്മൾ അരിയർ ഫോർട്ടിൻ്റെ എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. ഹെവി വ്ളോഗ്സ് സൈനിങ് ഓഫ്.